Hi my dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റർ 5 ട്രിഗണോമെട്രി ത്രികോണമിതി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. അതില് എന്താണ് ട്രിഗണോമെട്രി അല്ലെങ്കിൽ ത്രികോണമിതി എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ അതേപോലെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾസ് അതിന്റെ പ്രത്യേകതകൾ പഠിച്ചു. അതിന്റെ കോണുകൾക്ക് അനുസരിച്ചിട്ട് അതിന്റെ സൈഡുകളുടെ റേഷ്യോസ് അംശബന്ധം കാണുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ മെയിൻ ആയിട്ട് പഠിച്ചത് 90, 45, 45 ഡിഗ്രി വരുന്ന ഒരു കോണുകൾ വരുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ 1:1:√2 ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ 90, 60, 30 എന്ന് വരുന്ന എന്നീ കോണുകൾ വരുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾസിന്റെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1√32 ആണെന്നും നമ്മൾ പഠിച്ചു. ഇനി അത് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ചില പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 103 അതിൽ വരുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോബ്ലം, ഇൻ ദ ട്രയാംഗിൾ ഷോൺ വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് വെർട്ടെക്സ് ടു ദ ബോട്ടം സൈഡ്, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ട്രയാംഗിൾ. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് തന്നിട്ടുള്ള ട്രയാംഗിളിന്റെ ടോപ്പ് വെർട്ടെക്സിൽ നിന്നും ബോട്ടം സൈഡിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ ആ ഡിസ്റ്റൻസ് ആണ് നമ്മളോട് ആദ്യം ചോദിച്ചിട്ടുള്ളത്. ഈ ഡിസ്റ്റൻസ് ഇത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ഏരിയ, ഈ ട്രയാംഗിളിന്റെ ഏരിയ. നമുക്ക് ആകെപ്പാടെ തന്നിട്ടുള്ളത് രണ്ട് സൈഡുകൾ തന്നിട്ടുണ്ട്. അത് 4 സെന്റിമീറ്റർ ആണ്, അതായത് അത് തുല്യമാണ്. രണ്ട് സൈഡ് 4 സെന്റിമീറ്റർ ആണ്. പിന്നെ തന്നിട്ടുള്ളത് ഒരു ആംഗിൾ 120 ആണെന്നും തന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് ഈ സൈഡും കാണണം, അതായത് ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും കാണണം, പിന്നെ അതിന്റെ ഏരിയയും കാണണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ രണ്ട് സൈഡുകൾ 4 സെന്റിമീറ്റർ ആണ് അല്ലെ. അപ്പൊ അതിന്റെ അർത്ഥം ഈ ട്രയാംഗിൾ എന്ത് ട്രയാംഗിൾ ആണ്? ഇതൊരു ഐസോസിലസ് ട്രയാംഗിൾ ആണ് അല്ലെ, സമപാർശ്വ ത്രികോണാണ്. അപ്പൊ സമപാർശ്വ ത്രികോണങ്ങളുടെ ഒരു പ്രത്യേകത നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ ഈ സൈഡിന് എതിരെയുള്ള കോൺ എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ, ഈ സൈഡിന് എതിരെയുള്ള കോൺ എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ. ഈ രണ്ട് ആംഗിൾസ് തുല്യമായിരിക്കും അല്ലെ. അപ്പൊ അത് രണ്ടും തുല്യാണെന്ന് കിട്ടി. ഇതിന് വേണമെങ്കിൽ പേര് കൊടുക്കാം ABC. അപ്പൊ നമുക്ക് കിട്ടി CAB എന്ന് പറഞ്ഞിട്ടുള്ള ആംഗിളും CBA എന്ന് പറഞ്ഞിട്ടുള്ള ഈ രണ്ട് ആംഗിൾസും തുല്യാണ്. ഈ ആംഗിൾ 120 ആണ്. ഇത് മൂന്നും കൂടി ആഡ് ചെയ്ത് എന്ത് കിട്ടണം? 180 കിട്ടണം. സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എനി ട്രയാംഗിൾ ഈസ് 180 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് മൂന്നും കൂടി ആഡ് ചെയ്താൽ 180 കിട്ടണം. അപ്പോ 180യിൽ നിന്നും ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 120 ആണ്. അപ്പൊ 180യിൽ നിന്നും 120 പോയാൽ ബാക്കി 60. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടി ഇട്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താല് 60 ആയിരിക്കണം കിട്ടുന്നത് അല്ലെ. മൊത്തം 180 കിട്ടണമെങ്കിൽ ഇതും കൂടി ഇത് രണ്ടിന്റെയും കൂടി സം എന്ന് പറയുന്നത് 60 ആയിരിക്കും. പക്ഷെ ഇത് തുല്യാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ 60ന് എന്ത് ചെയ്യണം? തുല്യമായിട്ട് ഭാഗിക്കണം. 60/2 ആണ് ഇത് ഓരോന്നും വരിക അല്ലെ. അപ്പൊ ഈ ആംഗിൾ എന്ന് പറയുന്നത് 30 ആണെന്ന് കിട്ടി. ഈ ആംഗിൾ എന്ന് പറയുന്നതും 30 ആണ് അല്ലെ. എന്നാലും മൊത്തം 180 കിട്ടുക. 120 + 30 150. 150 + 30 എത്രയാണ്? 180. അപ്പൊ നമുക്ക് 3 ആംഗിൾസ് കിട്ടിക്കഴിഞ്ഞു ഈ ട്രയാംഗിളിന്റെ. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഇവിടെ ഞാനൊരു പേര് കൂടി കൊടുക്കുന്നുണ്ട്, D എന്നുള്ള ലെറ്റർ കൂടെ കൊടുക്കുന്നു. ഇത് ജോയിൻ ചെയ്ത് പെർപെൻഡിക്കുലറും ബോട്ടം സൈഡ് കൂടി മീറ്റ് ചെയ്ത പോയിന്റിനെ D എന്ന് വിളിച്ചു. അപ്പൊ ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാംഗിൾ ADC ആണ്. ഓക്കെ, ADC. ഇത് എന്ത് ട്രയാംഗിൾ ആണ്? ഈ ADC എന്ന് പറയുമ്പോ ഈ ആംഗിൾ ADC എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആംഗിൾ എന്താണ്? 90 ഡിഗ്രി ആണ്. കാരണം എന്താണ്? ഇത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ വരച്ചത്. അപ്പൊ ഇത് എന്തായാലും 90 ആയിരിക്കും. അതേപോലെ ഇപ്പുറത്തും അതെ, ഇതും 90 ആയിരിക്കും. അപ്പോ ADC എന്ന് പറഞ്ഞ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് 90 ആണ്, ഇത് 30 ആണ്. അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇത് മൂന്നും കൂടി ആഡ് ചെയ്താല് അഗൈൻ 180 കിട്ടണം അല്ലെ. അപ്പോ 180 - 90 + 30 ആണ് ഈ ആംഗിൾ വരിക അല്ലെ. അപ്പൊ 90 + 30 എന്ന് പറഞ്ഞാൽ 120 ആണ്. അപ്പൊ 180യിൽ നിന്നും 120 പോയാൽ ബാക്കി 60. അപ്പൊ 60 ആണ് ഈ ആംഗിൾ വരിക, ഇത്രയും പോർഷൻ. അപ്പൊ നമുക്ക് ഈ ട്രയാംഗിളിന്റെ 3 ആംഗിൾസ് കിട്ടി. 30, 60, 90. 90, 30, 60. അപ്പൊ നമുക്ക് അതിന്റെ റേഷ്യോ പറയാലോ. നമുക്ക് പരിചയമുള്ള കോണുകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ 90, 30, 60 എന്ന് പറയുമ്പോൾ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന്
ഈ ട്രയാങ്കിളിന്റെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2 ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി നമുക്ക് ഒരു സൈഡ് തന്നിട്ടുണ്ട്, ABC എന്ന് പറഞ്ഞിട്ടുള്ള ട്രയാങ്കിളിന്റെ റേഷ്യോ കിട്ടി. സൈഡ് തമ്മിലുള്ള റേഷ്യോ നമുക്ക് മനസ്സിലായി. ഒരു സൈഡും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് സൈഡുകൾ കണ്ടെത്താലോ. കഴിഞ്ഞ ക്ലാസ്സിൽ അതേപോലത്തെ പ്രോബ്ലംസ് ചെയ്തതാണ്. അപ്പൊ ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാറ്? ആദ്യം ഇതിന് മൊത്തത്തിൽ നമ്മൾ ഒരു പൊതുവായിട്ടുള്ള ഒരു നമ്പർ കൊണ്ട്, അതായത് ഒരു എക്സ് കൊണ്ട് നമ്മൾ ഇതിനൊക്കെ ഒന്ന് മാറ്റി എഴുതുക, ഗുണിക്കുക ചെയ്യുന്നത് ഈ റേഷ്യോനെ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇതിനെ നമുക്ക് x⁻√3x⁻2x ആണെന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. ഈ റേഷ്യോനെ നമുക്ക് ഇങ്ങനെ എഴുതിയാലും തെറ്റില്ല അല്ലെ. ഇനി ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിലെ ഫസ്റ്റ് എഴുതിയ എലമെന്റ് എന്ന് പറയുന്നത് 30ക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡാണ്, അതായത് DC. അപ്പോ DC എന്ന് പറയുന്നതാണ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് അല്ലെ. DC എന്ന് പറഞ്ഞാൽ ഈ സൈഡിനെയാണ് നമ്മൾ എക്സ് എന്ന് വിളിച്ചിട്ടുള്ളത്. അതേപോലെ 60ക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡാണ് രണ്ടാമത്തെ എഴുതിയിട്ടുള്ളത് AD, അതാണ് √3x ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ AC എന്ന് പറയുന്നത് 2x എന്ന് പറഞ്ഞിട്ടും എടുക്കാൻ പറ്റും അല്ലെ. അത് 4 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, സ്റ്റെപ്പായിട്ട് തന്നെ എഴുതാം. 30ക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡ് വേണം ആദ്യം എഴുതാനായിട്ട്, CD. അപ്പോൾ CD is to AD is to AC എന്ന് പറയുന്നതാണ് ഇത് അല്ലെ. ഇതില് 2x ആണ് 4 എന്ന് നമുക്ക് കിട്ടി. AC = 2x എന്ന് നമുക്ക് കിട്ടി, നമ്മൾ എടുത്തു. അത് 4 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കിട്ടി 2x = 4 ആണ്. അതിൽ നിന്നും x = 4/2 = 2 ആണെന്ന് കിട്ടി. എക്സിന്റെ വില കിട്ടി. ഇനി നമുക്ക് ഇതിൽ ഓരോ സൈഡുകളും എഴുതാലോ. അപ്പൊ x = 2 ആണെന്ന് പറയുമ്പോൾ ഈ CD എന്ന് പറയുന്നതാണ് 2 കിട്ടിയത്. CD = x = 2 ആണ്. അതേപോലെ AD എന്ന് പറയുന്നതാണ് √3x ആയിട്ട് നമുക്ക് പറയുന്നത്, നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ √3 × 2 ആണ് ADയുടെ ലെങ്ത് എന്ന് കിട്ടി. AC ഓൾറെഡി അറിയാം. അപ്പൊ വേണമെങ്കിൽ എടുത്ത് എഴുതാം CD, അതാണ് നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. CD = 2 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. AD = 2√3 ആണെന്നും കിട്ടി അല്ലെ. 2 × √3 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടി. ഈ ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 2 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി കഴിഞ്ഞു. CD എന്ന് പറയുന്നതാണല്ലോ അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ആയി. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എന്താണ്? ഏരിയ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഏത് ട്രയാങ്കിളിന്റെ? ട്രയാങ്കിൾ ABC, വലിയ ട്രയാങ്കിളിന്റെ ഏരിയ കാണണം. ഏരിയ കാണാനുള്ള ഫോർമുല നമുക്കറിയാം, ½ BH. ½ B × H. B എന്ന് പറയുന്നത് എന്താ? ബേസ് ആണ്. H എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ B എന്ന് പറയുന്നത് ബേസ് എന്ന് പറയുമ്പോൾ ഇവിടെ മുതൽ ഇത് വരെയുള്ള ലെങ്ത് AB ആണ് നമുക്ക് കാണുന്നത് അല്ലെ. അപ്പൊ നമുക്ക് AB പറയാൻ പറ്റും. എത്രയാണ്? AD എന്ന് പറയുന്നത് ഇത്രയും ഡിസ്റ്റൻസ് 2√3 ആണ്. ഇനി ഈ ട്രയാങ്കിൾ നോക്കിയേ, ഈ ട്രയാങ്കിളും സെയിം ആയിട്ട് വന്നിട്ടുള്ളത്. നോക്കിയേ, ഇവിടെ 90 ആണ്. ഇവിടെ നമ്മൾ 90, 30, 60 ആയിരുന്നു ആംഗിൾസ്. അതേപോലെ തന്നെ ഇവിടെ വരിക 90 ആണ്, ഇത് 30 ആണ്. അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നതും 60 ആയിരിക്കും. ഇതേ പ്രോസസ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഈ സൈഡ് 4 തന്നെയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഈ സൈഡും എന്തെന്നെ കിട്ടും? 2√3 തന്നെ കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് മൊത്തം AB എന്ന് പറഞ്ഞ സൈഡ് 2√3 + 2√3 ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 4√3 എന്ന് കിട്ടി. 2√3 + 2√3 എന്ന് പറയുമ്പോൾ 4√3. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ½ × ബേസ് എത്രയാണ്? 4√3 ആണെന്ന് മനസ്സിലായി. ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? 2 ആണെന്നാണ് കിട്ടിയത്. 2 × 2 ഗെറ്റ് ക്യാൻസൽ. നമ്മുടെ ആൻസർ വരുന്നത് 4√3 cm². നമുക്ക് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ABC = 4√3 cm² എന്ന് കിട്ടി. മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് പാരലോഗ്രാം ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടോപ്പ് ആൻഡ് ദ ബോട്ടം സൈഡ്. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ഈച്ച് പാരലോഗ്രാം. എന്താ പറയുന്നത്? ഇതേപോലെ നമുക്കൊരു പാരലോഗ്രാം ആണ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ട്രയാങ്കിൾ അല്ലേ തന്നത്, ഇവിടെ പാരലോഗ്രാം ആണ് തന്നിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇതിലെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണണം. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്, പെർപെൻഡിക്കുലർ ലെങ്ത് കാണണം. പിന്നെ ഇതിന്റെ ഏരിയയാണ് കാണേണ്ടത്. ഓക്കെ. അപ്പൊ അതിനായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ അതേപോലെ തന്നെയാണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വെർട്ടെക്സിൽ നിന്നും കൊണ്ട് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം.
ഇങ്ങനെ. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഇതിന് വേണമെങ്കിൽ പേര് കൊടുക്കാം. ABCD എന്ന് ഞാൻ പേര് കൊടുത്തു. ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ E എന്ന് വിളിച്ചു. ABCD, ഇത് E എന്നും വിളിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് AED എന്ന് പറഞ്ഞിട്ടുള്ള ട്രയാങ്കിൾ ആണ്. നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് ABE എന്ന് പറഞ്ഞിട്ടുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ ദ ട്രയാങ്കിൾ ABE. ഇവിടെ നോക്കിയേ, ഇത് 90 ഡിഗ്രി ആണ്, ഇത് 45 ഡിഗ്രി ആണ്. ഈ ആംഗിൾ നമുക്ക് കണ്ടെത്താം അല്ലെ. 3 ആംഗിൾസും കൂടി ആഡ് ചെയ്താൽ 180 ആണ് കിട്ടേണ്ടത്. അപ്പൊ ഈ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് 90 പ്ലസ് 45 ആയിരിക്കും അല്ലെ. 90 പ്ലസ് 45 എന്ന് പറഞ്ഞാൽ 135 ആണ്. അപ്പൊ 180 മൈനസ് 135 എന്ന് പറയുമ്പോൾ 45. ഈ ആംഗിൾ കിട്ടി 45 അല്ലെ. 3 കൂടി ആഡ് ചെയ്താൽ എന്നാലേ 180 കിട്ടുള്ളൂ. അപ്പൊ ഈ ആംഗിൾ നമ്മൾ കണ്ടെത്തി. ഇനി നോക്കി, ഈ ട്രയാങ്കിൾ എങ്ങനെ വന്നിട്ടുള്ളത്? 90, 45, 45 ഡിഗ്രി ആണ് ഇതിന്റെ കോണുകൾ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ സൈഡുകളുടെ റേഷ്യോ നമുക്ക് പറയാൻ പറ്റുമല്ലോ. സൈഡ് റേഷ്യോ ഈക്വൽ ടു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, 90, 45, 45 വരുമ്പോൾ സൈഡ് റേഷ്യോ ഏതാ വരിക? 1:1 √2. 1:2 ആണ് ഇതിന്റെ റേഷ്യോ. ഇനി നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ പോലെ തന്നെ ഒരു x കൊണ്ട് ഇതിന് മൊത്തത്തിൽ ഗുണിക്കുക ചെയ്യുന്നത്. അതായത് x⁻√2 x എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഈ റേഷ്യോ നമുക്ക് മാറ്റിയിട്ട് ഇങ്ങനെ എഴുതാം. ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിലെ 45 ചെറിയ, അതായത് ലംബങ്ങള് ബേസും ഓൾട്ടിറ്റ്യൂഡും ഹൈപ്പോട്ന്യൂസും അല്ലേ. അതിന്റെ ബേസ് എന്ന് പറയുന്നത് x ആയിട്ട് എടുക്കുകയാണെങ്കിൽ, അതായത് ഈ ലെങ്ത് നമ്മൾ x ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ലെങ്ത്തും x തന്നെയായിരിക്കും. ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? √2 × x ആയിരിക്കും. ഇതാണ് ഇതിന്റെ അർത്ഥം അല്ലേ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതിന്റെ പേര് തന്നെ എഴുതാം. ട്രയാങ്കിളിൽ വെച്ച് പറയുമ്പോൾ AE എന്ന് പറഞ്ഞിട്ടുള്ള സൈഡാണ് ആദ്യം വരുന്നത്. AE is to DE is to AB എന്ന് പറയുന്ന എന്താണ്? x is to √2 x. ഇനി ഇതില് ഒരു സൈഡ് നമുക്കറിയാം 2 സെന്റിമീറ്റർ ആണെന്ന്. √2 x-നോട് ഈക്വൽ ആയിട്ട് വരുന്നതാണ് ഈ 2 സെന്റിമീറ്റർ അല്ലെ. ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നതാണ് √2 x ആയിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് 2 സെന്റിമീറ്റർ ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എക്സിന്റെ വില കാണാം. 2/√2. √2 പുറത്തേക്ക് വരുമ്പോൾ /√2. ഈ √2 എന്ന് പറയുന്നത് ഒരിക്കലും ഡിനോമിനേറ്ററിൽ ഇങ്ങനെ കെടുത്താൻ പാടില്ല. റൂട്ടുകൾ ഒരിക്കലും ഛേദത്തിലും ഇങ്ങനെ വെക്കാനായിട്ട് പാടില്ല. നമ്മൾ അതിന് അത് ക്യാൻസൽ ചെയ്ത് പോകണം. അതിന് വേണ്ടി റൂട്ട് ഇവിടെ നിന്ന് പോകണം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇതേ എലമെന്റിനെ നമ്മൾ താഴെ ഗുണിച്ചു കൊടുക്കും. താഴെ ഗുണിക്കുമ്പോൾ എന്തായാലും മേലെയും ഗുണിക്കണം, എന്നാലേ നമ്മുടെ ആൻസർ കറക്റ്റ് ആവുള്ളൂ. അപ്പൊ മേലെയും താഴെ ഈ √2 കൊണ്ട് ഗുണിച്ചു. അപ്പൊ നമുക്ക് ആൻസർ വരും 2√2. 2 × √2 എന്ന് പറയുമ്പോൾ 2√2 ഡിവൈഡഡ് ബൈ √2 × √2 എന്ന് പറഞ്ഞാൽ എത്രയാ? 2 ഗെറ്റ് ക്യാൻസൽ. നമ്മുടെ ആൻസർ വരിക √2. എക്സിന്റെ വില എന്ന് പറയുന്നത് √2 ആണ്. നമുക്ക് കിട്ടി AE എന്ന് പറഞ്ഞിട്ടുള്ള ലെങ്ത് ആണ് എന്ത് കിട്ടിയത്? √2 എന്ന് കിട്ടിയത്. AE = √2 ആണ്. അതേപോലെ DE അല്ലെങ്കിൽ ED എന്ന് പറയുന്നതും √2 ആണ്. x തന്നെയല്ലേ, അപ്പൊ അതും √2 ആണ്. ഇത് 2 ആണെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടി. നമുക്ക് എന്ത് എഴുതാം? ED. therefore ED = എത്രയാണ്? x = √2 സെന്റിമീറ്റർ ആണെന്ന് എഴുതാൻ പറ്റും. ഇനി എന്താ ചെയ്യേണ്ടത്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണണം, ഇതിന്റെ ഏരിയയും കാണണം. ഏരിയ ഓഫ് പാരലോഗ്രാം. ഏരിയ ഓഫ് പാരലോഗ്രാം ഈക്വൽ ടു എന്താണ്? B × h ആണെന്ന് നമുക്കറിയാം. B എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നിന്ന് ഇതുവരെയുള്ള ലെങ്ത് AB എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലെങ്ത് ആണ് ഇവിടെ മൊത്തം. ഇത് എത്രയും തന്നിട്ടുണ്ട്? 4 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4 × h എത്രയാണ് നമ്മൾ കണ്ടെത്തി? √2 ആണെന്ന് കണ്ടെത്തി. അപ്പൊ 4 × √2 നമുക്ക് കിട്ടി 4√2 cm². നമ്മുടെ ആൻസർ വരിക ഏരിയ ഓഫ് ദി പാരലോഗ്രാം ഈക്വൽ ടു 4√2 cm². മനസ്സിലായല്ലോ? ഇനി ഇതിൽ തന്നെ ഒരു സബ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. രണ്ടാമത്തെ പാരലോഗ്രാമില് നമുക്കൊരു ചേഞ്ച്, മറ്റേ ഫിഗറിൽ നിന്ന് ഒരു ചെറിയ ചേഞ്ചേ ഉള്ളൂ. ഈ ആംഗിൾ അവിടെ 45 ആയിരുന്നു, ഇവിടെ 60 ആയിരുന്നു. വേറെ മാറ്റമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ ഇതേപോലെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് ആദ്യം കാണേണ്ടത്. അതായത് ED എന്ന് പറഞ്ഞിട്ടുള്ള ലെങ്ത് ആണ് കാണേണ്ടത്. അപ്പൊ ട്രയാങ്കിൾ ADE നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പൊ നമുക്ക് ഈ ആംഗിൾ കാണണം അല്ലെ. ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇത് 90, 60 ആണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് 180 - 90 + 60 ആയിരിക്കും.
90 പ്ലസ് 60 എന്ന് പറഞ്ഞാൽ എത്രയാണ് 150. 150 കുറച്ചാൽ 180 നിന്ന് 150 പോയാൽ ബാക്കി 30. അപ്പൊ ഈ ആംഗിൾ എന്ന് പറയുന്നത് 30 ആണെന്ന് കിട്ടി. ഇപ്പൊ നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ആംഗിൾസ് 90, 30, 60 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ റേഷ്യോ നമ്മൾ വേറെയാണ് അല്ലെ, റേഷ്യോ പഠിച്ചിട്ടുണ്ട്. എത്രയാണ് റേഷ്യോ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത്? സൈഡ് റേഷ്യോ എത്രയാണ് വരിക ഈ ട്രയാംഗിളില്? ഈക്വൽ ടു 1:√3:2 ആണ്. ഇനി എന്ത് ചെയ്യും? എക്സ് കൊണ്ട് ഗുണിക്കും. എക്സ് ഇൻറ്റു √3x 2x എന്ന് പറഞ്ഞിട്ട് മാറ്റി എഴുതാൻ പറ്റും. ഇനി നമ്മൾ എന്താ ചെയ്യാ? ഇതിൽ ഇക്വേറ്റ് ചെയ്യും. ഇവിടെ ഇതെന്ന് പറയുന്നത് 30ക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡ്, അതായത് AE എന്ന് പറയുന്നത് DE AD അല്ലേ? 30ക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. അതാണ് ഇവിടെ 1 അല്ലെങ്കിൽ ഇവിടെ x ആയിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ വരുന്നത് 60ക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡ്, അത് എത്രയാണ്? DE ആണ്. പിന്നെ വരുന്നത് എത്രയാണ്? 90ക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡ്, അതായത് ഹൈപ്പോട്ന്യൂസ് AD. അപ്പൊ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇനി ഇതില് ഹൈപ്പോട്ന്യൂസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. 90ക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 2 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എഴുതാം 2x ഈക്വൽ ടു 2 ആണ്. ഇവിടെയും x ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 1 ആണ് കിട്ടി. അപ്പൊ എക്സിന്റെ വില 1 ആണെന്ന് മനസ്സിലായി. ഇനി എന്ത് ചെയ്യും? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അല്ലെ. അപ്പൊ നമുക്കിവിടെ AE എന്ന് പറയുന്നതാണ്. AE എന്ന് പറയുന്നത് എത്രയാണ്? x ആണ് അല്ലെ. അതായത് ഇവിടെ നിങ്ങട്ടുള്ളത് x ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ DE എന്ന് പറയുന്നത് √3x ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെയൊക്കെ വാല്യൂ ഇട്ട് കൊടുക്കാം. x ഈക്വൽ ടു 1 ആണ്. അപ്പൊ AE എന്ന് പറയുന്നത് 1 ആണെന്ന് കിട്ടി. അതേപോലെ DE എന്ന് പറഞ്ഞ ലെങ്ത് എത്രയാണ്? √3 × 1, അതായത് √3 ആണ് ഈ DE എന്ന് മനസ്സിലായി. അപ്പൊ നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമ്മളിപ്പോ കണ്ടെത്തിയത്. DE ഈക്വൽ ടു √3 × 1 ഈക്വൽ ടു √3 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഏരിയ കാണണം. ഏരിയ കാണാനുള്ള ഫോർമുല നമുക്കറിയാം. ഹാഫ് BH അല്ല, BH പാരലലോഗ്രാം അല്ലേ, BH. ബേസ് എത്രയാണ്? 4 തന്നെയാണ്. അപ്പൊ 4 × ഹൈറ്റ് എത്രയാണ്? √3 4√3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആൻസർ വരിക. കിട്ടിയല്ലോ. അപ്പൊ അത്രയുള്ളൂ. ഇനി നെക്സ്റ്റ് പോകാം. മൂന്നാമത്തെ ചോദ്യം, a rectangular board is to be cut along the diagonal and the pieces are rearranged to form an equilateral triangle as shown below. എന്താ പറഞ്ഞത്? റെക്ടാങ്കുലർ ബോർഡ്. ഇത് റെക്ടാങ്കുലർ ബോർഡാണ് അല്ലെ. ഇതിനെ ഡയഗണൽ വൈസ് കട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പൊ ഞാൻ ഇതിന്റെ ഡയഗണൽ വരച്ചിട്ടുണ്ട്. ആ ഡയഗണലിലൂടെ ഞാൻ ഈ റെക്ടാങ്കിളിനെ കട്ട് ചെയ്യാണ്. ഇനി എന്താ പറഞ്ഞത്? the sides of the triangle. അപ്പൊ എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് ഇത് അറേഞ്ച് ചെയ്തിട്ട് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് ഫോം ചെയ്യുന്നത്. The sides of the triangle must be 50 centimeter. What should be the length and breadth of rectangle? അപ്പോ ഇത് കട്ട് ചെയ്ത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഫോം ചെയ്യുമ്പോ ഇതിന്റെ സൈഡുകള് 50 സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ റെക്ടാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കാണാനാണ്. മനസ്സിലായോ? ഈ റെക്ടാങ്കിൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. റെക്ടാങ്കുലർ ബോർഡ്, അതിന്റെ ഡയഗണൽ വരച്ചിട്ടുണ്ട്. ഈ ഡയഗണലിലൂടെ ഇതിനെ ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്. ഇത് കട്ട് ചെയ്ത് ഇതൊന്ന് അറേഞ്ച് ചെയ്യാം. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റെക്ടാങ്കിള്. ഈ റെക്ടാങ്കിൾ ഡയഗണലി ഞാനിപ്പോ കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിനെ അറേഞ്ച് ചെയ്യാണ്. ഇങ്ങനെ അറേഞ്ച് ചെയ്തു. കണ്ടില്ലേ? ഇതിങ്ങനെ അറേഞ്ച് ചെയ്തപ്പോ എനിക്കിവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇല്ലേ? ഒരു ട്രയാങ്കിൾ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഈ ഇങ്ങനെ കിട്ടിയ ഈ ട്രയാങ്കിൾ ഒരു സമഭുജ ത്രികോണാണ്, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡുകള് 50 സെന്റിമീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഓരോ സൈഡും 50 സെന്റിമീറ്റർ എന്ന് പറയുമ്പോ നമുക്ക് പറയാൻ പറ്റും എന്താണ്? ഇതിലെ ഇവിടെ നിങ്ങളുടെ ലെങ്ത് ഇത് മൊത്തം 50 ആണ് സെന്റിമീറ്റർ ആണ്. ഇത് മൊത്തം 50 സെന്റിമീറ്റർ ആണ്. ഇത് മൊത്തം 50 സെന്റിമീറ്റർ ആണ്. ഒപ്പം തന്നെ നമുക്ക് പറയാൻ പറ്റും, ഇവിടെ നിന്ന് തന്നെ പറയാൻ പറ്റും
ഇവിടെ നിന്ന് ഇത് വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് ഈ 50യുടെ പകുതിയാവുമല്ലോ അല്ലെ? മൊത്തം 50 ആണെങ്കിൽ ഇവിടെ മുതൽ ഇതുവരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് ഈ 50യുടെ പകുതിയായിരിക്കും, 25 ആയിരിക്കും. അപ്പൊ ഈ ലെങ്ത് എന്ന് പറയുന്നത് 25 ആണ്. അപ്പൊ ഈ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ റെക്ടാങ്കിളിന്റെ ഒരു സൈഡ് ആയിട്ടല്ലേ വരുന്നത്, ലെങ്ത് ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടി ഈ റെക്ടാങ്കിളിന്റെ ഇത്രയും പോർഷൻ, ഈ റെക്ടാങ്കിൾ ആണ്. ഇതിനെങ്ങനെ ഡയഗണലി ഞാൻ കട്ട് ചെയ്തു ഒന്ന് അറേഞ്ച് ചെയ്തിട്ടാണ് ഈ ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ മുതൽ ഇതുവരെയുള്ള ലെങ്ത് 50 ആണെന്ന് പറയുമ്പോ ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് 25 ആയിരിക്കും. ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് ഈ റെക്ടാങ്കിളിന്റെ ലെങ്ത് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇത്രയും പോർഷൻ 25 ആയിരിക്കും. ഇനി അതേപോലെ തന്നെ ഈ പല മെത്തേഡിൽ ഇത് സോൾവ് ചെയ്യാം കേട്ടോ. ഇനി അതേപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ഡയഗണൽ ആണല്ലോ, ഡയഗണൽ ആയിട്ടാണ് നമ്മൾ ഈ സൈഡ് എടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ ഡയഗണൽ എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഈ ഫിഗറിൽ എടുക്കുകയാണെങ്കിലും ഇവിടെ മുതൽ ഇതുവരെയുള്ള ലെങ്ത് 25 ആയിരിക്കും, 25 ആയിരിക്കും. ഇത് 50 ആണ്, ഇത് 90 ആണ്. അപ്പൊ രണ്ട് സൈഡ് കിട്ടി അല്ലെ? ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിന്റെ രണ്ട് സൈഡ് കിട്ടി. അത് വെച്ചിട്ട് നമുക്ക് ഈ മൂന്നാമത്തെ സൈഡ് കിട്ടും. ഈ സൈഡ് എന്ന് പറയുന്നത് ഈ റെക്ടാങ്കിളിന്റെ ഇത്രയും പോർഷൻ, അതായത് ബ്രെഡ്ത്ത് ആയിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പൊ നമ്മൾ പൈതഗോറസ് തിയറം വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. രണ്ട് സൈഡ് കിട്ടി കഴിഞ്ഞാൽ ഈ ഓൾട്ടിറ്റ്യൂഡ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, √50² - 25² ചെയ്താൽ ഈ ലെങ്ത് കിട്ടും. ഈ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ബ്രെഡ്ത്തോ ലെങ്തോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇത് ലെങ്ത്, ഇത് ബ്രെഡ്ത്ത് ആയിട്ട് നമുക്ക് പറയണമെങ്കിൽ പറയാം, ഇത് ബ്രെഡ്ത്തും ഇത് ലെങ്ത് ആയിട്ടും പറയണമെങ്കിൽ പറയാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ആ രീതിയിൽ സോൾവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മളിപ്പോ റേഷ്യോ അല്ലേ പഠിക്കുന്നത്, അപ്പോ റേഷ്യോ വെച്ചിട്ടൊന്നും ഇനി സോൾവ് ചെയ്ത് നോക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും സോൾവ് ചെയ്യാം കേട്ടോ. നമുക്ക് റേഷ്യോ വെച്ചിട്ട് തന്നെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം, നമ്മൾ ഇതിനൊന്ന് പേര് കൊടുക്കുകയാണ്. ABC എന്നൊക്കെ പേരൊക്കെ കൊടുക്കാം. ABCD എന്നൊക്കെ പേര് കൊടുത്തു. ഇതെന്തായാലും 90 ഡിഗ്രി ആണ്, ഇതും 90 ഡിഗ്രി ആണ്. ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിൾസും 60 ആയിരിക്കും. അപ്പൊ ഇത് രണ്ടും 60 ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ട്രയാങ്കിൾ ADC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും, ഇത് 90, ഇത് 60. അപ്പൊ ഈ ആംഗിൾ എത്ര ആയിരിക്കും, 90 + 60 എന്ന് പറഞ്ഞാൽ 150. 180 നിന്നും 150 പോയാൽ 30 ആവില്ലേ? ഇത് മൂന്നും കൂടി ആഡ് ചെയ്താൽ 180 കിട്ടേണ്ടത്. അപ്പൊ നമുക്ക് ഇത് 90 + 60 എന്ന് പറയുമ്പോൾ 150. അപ്പൊ 180 നിന്നും 150 പോയാൽ 30 ആണ് ഈ ആംഗിൾ വരിക. അപ്പൊ നമുക്ക് 3 ആംഗിൾസ് കിട്ടി. ട്രയാങ്കിൾ ABCയുടെ 3 ആംഗിൾസ് കിട്ടി. ഇപ്പൊ ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് 3 ആംഗിൾസും കിട്ടി. ഒരു സൈഡ് 50 ആണെന്നും അറിയാം. അപ്പൊ അത് ഉപയോഗിച്ച് നമുക്ക് മറ്റു രണ്ട് സൈഡുകളും കാണാമല്ലോ. നമുക്ക് സൈഡ് റേഷ്യോ അറിയാം. എന്താണ് സൈഡ് റേഷ്യോ? ഈ ട്രയാങ്കിളിന്റെ സൈഡ് റേഷ്യോ എത്ര വരിക, 90, 30, 60 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ റേഷ്യോ 1:√3:2 ആണ്. ഈ റേഷ്യോ വേണം എടുക്കാനായിട്ട്. ഇനി ഇതിനെ മാറ്റിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, മൊത്തത്തിൽ x കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ ഈ റേഷ്യോ തന്നെ നമുക്ക് x:√3x:2x എന്ന് പറഞ്ഞിട്ട് മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ, അതായത് സൈഡ് റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മുടെ 30ക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡാണ് ഇവിടെ ആദ്യം x ആയിട്ട് എടുത്തിട്ടുള്ളത്. 30ക്ക് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ AD. അപ്പൊ നമുക്ക് എഴുതാം AD:60ക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡ് BC ആണ് √3x ആയിട്ട് വരുന്നത്. AC ആണ് 90ക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡ്. അത് എഴുതി. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതി, അതായത് ഇത് x ഡിഗ്രി ആണ്, x ആയിട്ടാണ് നമ്മൾ, x ഡിഗ്രി അല്ല, x സെന്റിമീറ്റർ. AD x-ഉം BC എന്ന് പറയുന്നത് √3x-ഉം ഇത് എന്ന് പറയുന്നത് AC എന്ന് പറയുന്നത് 2x ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ കാണാമല്ലോ. 2x = 50 ആണ് നമുക്കറിയാം, തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനില്. അപ്പൊ നമുക്ക് അതിൽ നിന്നും x = 50 / 2 = 25 ആണെന്ന് കിട്ടി. അതായത് AD എന്ന് പറഞ്ഞ ഈ ലെങ്ത് ആണ് 25. AD = 25. അതേപോലെ DC എന്ന് പറയുന്നത് എന്താണ്, √3 × x which is equal to √3 × 25. അതായത് 25 √3
ആണെന്നും കിട്ടി. ഓക്കെ, ഈ എ ഡി എന്ന് പറയുന്നത് എന്താണ്? ഈ റെക്ടാങ്കിളിന്റെ ലെങ്ത് ആണ് അല്ലെ? എ ഡി എന്ന് പറയുന്നത് റെക്ടാങ്കിളിന്റെ ലെങ്ത് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി ലെങ്ത് ഓഫ് ദ റെക്ടാങ്കിൾ ലെങ്ത് ഈക്വൽ ടു 25 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. ഇനി ഈ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിട്ടാണ് വരുന്നത്? നമ്മുടെ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ബ്രെഡ്ത്ത് ഈക്വൽ ടു 25 ഇൻറ്റു √3 സെന്റിമീറ്റർ ആണെന്നും കിട്ടി. നോക്കിയ നമ്മുടെ ട്രയാങ്കിൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത്. ട്രയാങ്കിളിന്റെ എ ഡി എന്ന് പറഞ്ഞിട്ടുള്ള ലെങ്ത്, എ ഡി എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇതുവരെയുള്ള ലെങ്ത് ആണ് അല്ലെ? ഇവിടെ മുതൽ ഇതുവരെയുള്ള ലെങ്ത്. ഇത് നമ്മളൊന്ന് അറേഞ്ച് ചെയ്തപ്പോ എന്താ സംഭവിച്ചത്? ഇത് എന്ന് പറയുന്നത് നമ്മുടെ റെക്ടാങ്കിളിന്റെ ലെങ്ത് ആയിട്ടാണ് വരുന്നത്. ലെങ്തോ ബ്രെഡ്ത്തോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറി എടുക്കാം കേട്ടോ. ലെങ്ത് എന്ന് വിളിക്കണമെങ്കിൽ ലെങ്ത് വിളിക്കാം, ബ്രെഡ്ത്ത് എന്ന് വിളിക്കണമെങ്കിൽ ബ്രെഡ്ത്ത് എന്ന് വിളിക്കാം. രണ്ടും കറക്റ്റ് ആയിട്ട് വന്നാൽ മതി. അപ്പൊ ഇവിടെ ഇപ്പൊ ഞാൻ ലെങ്ത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ലെങ്ത് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെ? ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് സി ഡി എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താ കണ്ട? ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമ്മൾ √3 ഇൻറ്റു 25 √3 ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ എന്തായിട്ട് വന്നിട്ടുള്ളത്? ഈ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ലെങ്ത്തും കിട്ടി, ബ്രെഡ്ത്തും കിട്ടി. മനസ്സിലായല്ലോ? അപ്പൊ അത്ര മതി. ഇതിലെ ബാക്കി പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ കൂടി സെലക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഫോണുകളിൽ കിട്ടുള്ളൂ. അപ്പൊ അതിൽ ബാക്കി പ്രോബ്ലംസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.